നമസ്കാരം. ശുക്രന്റെ അനുഗ്രഹം ഒരു വ്യക്തിയിൽ വന്നു ചേരുകയാണ് എങ്കിൽ ആ വ്യക്തിക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. കാരണം അത്രമേൽ പ്രാധാന്യം ശുക്രന്റെ അനുഗ്രഹത്തിനുണ്ട്. ഇനി അഥവാ അനുഗ്രഹമില്ല എങ്കിൽ നിങ്ങൾ എത്ര തന്നെ പരിശ്രമിച്ചാലും ആ വ്യക്തികൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ലഭിക്കണം എന്നില്ല. അത് സമ്പത്താക്കാം, ആഡംബരം, സ്നേഹം, അത്തരത്തിൽ പല കാര്യങ്ങളും അവരിൽ നിന്നും അകന്നു പോയി എന്ന് വരാം. ശുക്രൻ ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് പല രാശിക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ നക്ഷത്രക്കാർക്ക് നൽകും എന്നതാണ് വാസ്തവം. മാർച്ച് മാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത്തരത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. മാർച്ച് 2 ശുക്രൻ മീനത്തിൽ വക്രത്തിലാകും. ഈ ഗതിമാറ്റം പല രാശിക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുന്നതിന് കാരണമായി തീരും. കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാനും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധ്യത കൂടുതലുള്ള ആ നക്ഷത്രക്കാരെ കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരാണ് മേടം രാശിയിൽ വരുന്നത്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ മീനരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങൾ, സ്വാധീനം നിങ്ങൾക്ക് ജീവിതത്തിൽ ചെലുത്തുവാൻ സഹായകരമായി തീരും. പല വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ജീവിതത്തിൽ നേരിടുന്നവരാണ് നിങ്ങൾ. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന ചില അവസരങ്ങളിൽ മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം, തെറ്റായ പാതയിലൂടെ മുന്നോട്ട് പോകുന്നതായ സാഹചര്യം, ഇത്തരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്ന സമയമായി തന്നെ മാർച്ച് മാസം മാറാം. കൂടാതെ ആരോഗ്യസ്ഥിതി അനുകൂലമായി ഭവിക്കും. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ ഫലപ്രദമായി തന്നെ തരണം ചെയ്യുവാൻ സാധിക്കും. പ്രണയ ജീവിതം അനുകൂലമായി തീരുന്ന സമയമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ പോലും പരിഹരിക്കുവാൻ സാധിക്കും. അത് പ്രണയ ജീവിതത്തിൽ മാത്രമല്ല, മറ്റ് കാര്യങ്ങളിലും തൊഴിലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് എങ്കിലും പരിഹരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ, ധനപരമായ ഉയർച്ചയ്ക്ക് സഹായകരമായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ പോലും അത് ഫലപ്രദമായി തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ് പരമായി നിങ്ങൾക്ക് ലാഭം പ്രതീക്ഷിക്കുന്ന സമയമാകുന്നു. അത്തരം കാര്യങ്ങൾ മാർച്ച് മാസം പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതുമാണ്. പല കാര്യങ്ങളിലും സ്ഥിരത പുലർത്തുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളായി മാറും. സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും. ചെലവുകൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ കാരണമായ കാര്യങ്ങൾ സംഭവിക്കാം. പലപ്പോഴും ചെലവുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായി ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങളുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചെലവുകൾ അനുകൂലമാക്കുവാനും സമ്പാദ്യശീലം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കും. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സമയമാണ്. ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സമയം. പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും അനുകൂലമായ കാര്യങ്ങൾ, സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തൊഴിൽ ലഭിക്കുക, താൽക്കാലിക തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും അത് താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി തീരാവുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രധാനമായും മീനത്തിൽ ശുക്രൻ വക്രഗതിയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ അത് മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം.
പ്രണയബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ചികിത്സകൾ അത്തരം കാര്യങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് പണം കണ്ടെത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. വാദപ്രതിവാദങ്ങൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ പല കാര്യങ്ങളും ക്ഷമയോടെ തന്നെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആശങ്കപ്പെടുത്താത്ത വിധം പല കാര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ ചെലവുകൾ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും. കൂടാതെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരുക. ധനപരമായ പ്രയാസങ്ങൾ അകറ്റുന്നതായ പ്രവൃത്തികൾ തൊഴിൽപരമായാണ് എങ്കിലും ബിസിനസ് പരമാണ് എങ്കിലും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കാത്ത ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. കടബാധ്യതകൾ ഒരു പരിധിവരെയാണ് എങ്കിലും തരണം ചെയ്യുവാൻ സാധിക്കുന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത്. അത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ ചെലവുകൾ ചുരുക്കുവാൻ സാധിക്കുക, ജോലിക്കായുള്ള ശ്രമങ്ങൾ വിജയം കാണുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിലേക്ക് സംഭവിക്കാം. ഭാഗ്യം പല കാര്യങ്ങളിലും തുണച്ചു എന്ന് വരാം. പ്രതികൂലമാകും എന്ന് കരുതുന്നതായ ചില കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തിൽ കാര്യങ്ങളെ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന മാസമായി തന്നെ മാർച്ച് മാസം മാറും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. തുലാം രാശിക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നു എങ്കിൽ ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ശുക്രൻ മീനം രാശിയിൽ വക്രഗതിയിലാവുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്നതാണ് വാസ്തവം. പ്രത്യേകിച്ചും സൗഹൃദങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. മാർച്ച് മാസം സൗഹൃദങ്ങളാൽ പല വിധത്തിലുള്ള അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, ചില സഹായങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. കരിയറുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ധനപരമായ ചില നേട്ടങ്ങൾ, ധനപരമായ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രണയം, ആരോഗ്യം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. ഈ കാലയളവിൽ ചില ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സൗഹൃദങ്ങളിലുള്ള ചില തർക്കങ്ങൾ, ചില അകന്നിരിക്കുന്നതായ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കും. പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം മാനസികപരമായ സമ്മർദ്ദങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കരിയറുമായി ബന്ധപ്പെട്ട് ജോലിഭാരം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ക്രമേണ കുറച്ച് കൊണ്ടുവരുവാൻ സാധിക്കും. സഹപ്രവർത്തകരുടെ പിന്തുണ നിങ്ങൾക്ക് ആർജിക്കുവാൻ സാധിക്കും. ജോലികൾ ഫലപ്രദമായി തന്നെ ചെയ്ത് തീർക്കുവാൻ സാധിക്കും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പണം കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് വ്യക്തമായി തന്നെ മനസ്സിലാക്കി കടം നൽകുവാൻ സാധിക്കും. കൂടാതെ തിരിച്ചു ലഭിക്കാതിരിക്കുന്നതായ ധനം തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. തൊഴിൽ പുരോഗതി വന്നു ചേരാം. ബന്ധങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ആരോഗ്യപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഭാവിയിലെ പല പ്രശ്നങ്ങളും കുറയ്ക്കുവാൻ മുൻകൂട്ടി കണ്ട് കരുതലോടെ നീങ്ങേണ്ടത് അനിവാര്യമാണ്. അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. സ്ഥലം മാറ്റം തുടങ്ങിയ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു എങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയാൽ വന്നു ചേരാം. ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ പല കാര്യങ്ങളും, പല ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക തന്നെ വേണം. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു.